നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. മന്ത്രിക്കെതിരെ അന്വേഷണം. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ. തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ്. വിദേശ മദ്യം ഇറക്കുമതി ചെയ്തതിൽ 5 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ. സഹകരണ മന്ത്രിക്ക് പുറമെ മുൻ MD റിജി ജി നായർ, പ്രസിഡന്റ് ജോയ് തോമസ് എന്നിവർക്കെതിരെയും അന്വേഷണം. കൈക്കൂലിക്ക് പുറമെ മൊബൈൽ ത്രിവേണി വാഹനങ്ങൾ വാങ്ങിയതിലും ക്രമക്കേടെന്ന് പരാതി. അഴിമതിയിൽ ഏപ്രിൽ 4-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം. ബംഗാളിൽ പ്രാദേശിക സഖ്യം. പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് സഖ്യം നിലപാട് തള്ളി CPM കേന്ദ്ര കമ്മിറ്റി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക നീക്കുപോക്കുകൾ മാത്രം. ഇതു സംബന്ധിച്ച് സംസ്ഥാന സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും നിർദ്ദേശം. പ്രാദേശിക തലത്തിൽ മതേതര കക്ഷികളുമായി സഹകരിക്കും. കോൺഗ്രസുമായി സഖ്യമോ മുന്നണി ബന്ധമോ വേണ്ടെന്നും കേന്ദ്ര കമ്മിറ്റി. തീരുമാനം കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കാനുള്ള ബംഗാൾ ഘടകത്തിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. പ്രത്യയ ശാസ്ത്രത്തിന് വിരുദ്ധമായ സഖ്യവിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത് രൂക്ഷമായ ഭിന്നത. പ്രാദേശിക നീക്കുപോക്കുകൾക്ക് മാത്രം ധാരണയായതിനു പിന്നിൽ കേരള ഘടകത്തിന്റെയും കാരാട്ട് പക്ഷത്തിന്റെയും കടുത്ത വിയോജിപ്പ്. മരം വീണ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ക്യാമ്പസിൽ മരം വീണ് വിദ്യാർത്ഥിനി മരിച്ചു. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ചത് 1ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിനി അനുഷ. പരിക്കേറ്റ 6 പേരിൽ 2 പേരുടെ നില ഗുരുതരം. കസ്റ്റഡി ഉടനില്ല. കതിരൂർ കേസിൽ CBIയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് നീട്ടി. ജയരാജനെ ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം തലശ്ശേരി സെഷൻസ് കോടതി ഈ മാസം 23-ന് പരിഗണിക്കും. ജയരാജന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ വിശദ പരിശോധന വേണമെന്ന് കോടതി. പ്രതിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് CBI വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയത് ഇന്നലെ വൈകിട്ട്. നേതാവിനും സർക്കാരിനും നോട്ടീസ്. സോളാർ കേസിൽ UDF നേതാക്കളുടെ പ്രസ്താവനകളിൽ അതൃപ്തി അറിയിച്ച് ജസ്റ്റിസ് ശിവരാജൻ. PP തങ്കച്ചൻ കമ്മീഷനെതിരെ നടത്തിയ പരാമർശം ഗൌരവമുള്ളത്. തങ്കച്ചന്റെ അഭിപ്രായത്തെ മുന്നണിയുടെ അഭിപ്രായമായി കാണുന്നുവെന്നും സോളാർ കമ്മീഷൻ. കമ്മീഷന്റെ പെരുമാറ്റം മുൻവിധികളോടെയെന്നും ജഡ്ജിമാരെ വിമർശിക്കരുതെന്ന് പറയാൻ കമ്മീഷന് അധികാരമില്ലെന്നും തങ്കച്ചൻ പ്രസ്താവന നടത്തിയത് 2 ദിവസം മുമ്പ്. പരാമർശത്തിൽ കൺവീനറും സർക്കാരും വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസ് ശിവരാജൻ. ആശങ്കയിൽ തലസ്ഥാനം. JNU വിഷയത്തിൽ പട്യാല ഹൌസ് കോടതിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ആശങ്ക അറിയിച്ച് സുപ്രീം കോടതി. ക്രമസമാധാന പാലനത്തിൽ ആശങ്കയുണ്ടെന്നും അഭിഭാഷകർ അനാവശ്യ പരാമർശങ്ങൾ ഉയർത്തി പ്രശ്നം വഷളാക്കരുതെന്നും കോടതി. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് അറസ്റ്റിലായ കനയ്യകുമാറിനെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റം പിൻവലിച്ചേക്കും. നടപടി വിദ്യാർത്ഥി സംഘടനാ നേതാവിനെതിരെ മതിയായ തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ. അതേസമയം വിവാദങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ച ഡൽഹി പോലീസ്. സംഭവവുമായി ബന്ധമുള്ളവരെ തേടി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചതായി കമ്മീഷണർ BS ബസി. തിരച്ചിൽ വ്യാപകമാക്കിയത് സംഭവത്തിൽ പങ്കുള്ളവർ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നെന്ന നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ചടങ്ങിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ ഖാലിദ് എന്നയാളെ തിരിച്ചറിഞ്ഞതായും ഡൽഹി കമ്മീഷണർ. സർവകലാശാലയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധങ്ങൾക്കും മുറുക്കം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.